ഇന്നത്തെ റെസിപ്പി നല്ല ചൂടുള്ള ഈ ഒരു സമയത്ത് വിശപ്പും ദാഹമൊക്കെ മാറാൻ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെയാണ്. അപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്തായാലും കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തായാലും സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. നല്ല ടേസ്റ്റുമാണ് ഇത് കുടിക്കാനായിട്ട്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതിയാവും. കാണാനും നല്ല മൊഞ്ചാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു സമ്മർ സ്പെഷ്യൽ ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ചെറിയൊരു ബൗൾ എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത കസ്കസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പെട്ടെന്ന് കുതിർന്ന് കിട്ടും. ഒരു 5 മിനിറ്റ് തന്നെ മതിയാവും. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചാൽ ഡ്രിങ്കൊക്കെ റെഡി ആകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് കുതിർന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും. ഇനി ഇതവിടെ മാറ്റി വെച്ചതിന് ശേഷം ഇനിയൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് കേട്ടോ എടുക്കേണ്ടത്. ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കി എടുത്തിട്ടുള്ള പാലാണെങ്കിൽ ഒന്നും കൂടെ ബെസ്റ്റാണ്. പിന്നെ പാലിൻ്റെ അളവൊക്കെ എത്രയാണോ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് മാറ്റം വരുത്തുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് പിസ്ത എസൻസ് ആണ്. ഒരു 4 ഡ്രോപ്പ് പിസ്ത എസൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് നല്ല തണുപ്പുണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കസ്കസ് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഒരു കാര്യം, ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ ഒരുപാട് ഇതുപോലെ സമ്മർ ഡ്രിങ്ക്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ആപ്പിളും അതേപോലെ തന്നെ അനാറും. ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് കനം കുറച്ചിട്ട് വേണം ആപ്പിൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതുപോലെ ഫ്രൂട്ട്സ് ചേർക്കുന്നതിന് പകരമായിട്ട് നട്ട്സ് കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ്. ഈ ഒരു കസ്കസും നട്ട്സും മാത്രം മതിയാവും. ഇനി ഒന്നുമില്ലാതെ കസ്കസ് മാത്രമായിട്ടും കുടിക്കുക. കയ്യിൽ ഏതാണുള്ളത് അതിനനുസരിച്ച് മൊഞ്ചാക്കിയിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. ഇനി ഐസ്ക്രീം കയ്യിലുണ്ടെങ്കിൽ മുകളിൽ ഒരു ഐസ്ക്രീമിൻ്റെ സ്കൂപ്പൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ, ഭംഗിക്ക് വേണ്ടിയിട്ട്. നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന സ്പെഷ്യൽ ഡ്രിങ്കാണ് കേട്ടോ ഇത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.